ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ അധ്യായത്തിൽ കൂടി 2024 നവംബർ മാസം 26 തീയതി ചൊവ്വാഴ്ച ദിവസത്തെ നക്ഷത്രഫലമാണ് പ്രിയപ്പെട്ടവരോട് പങ്കുവയ്ക്കുന്നത്. 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ജാതകർക്ക് അല്ലെങ്കിൽ 27 നക്ഷത്ര ജാതകർക്ക് ചൊവ്വാഴ്ച ദിവസം നവഗ്രഹങ്ങൾ ഏത് വിധത്തിലുള്ള അനുഭവമാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് നക്ഷത്രഫലം. അത് ശ്രദ്ധയോടുകൂടി കേൾക്കുക. ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം പറയാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാർക്ക് സുഖസ്വസ്ഥത ദേഹന്മാർ അത്ര അനുകൂലമായൊരു ദിവസമല്ല. അതുപോലെ തന്നെ അവർക്ക് സ്ത്രീകളെ സംബന്ധിച്ച്, ഈ നാളുകാരായിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അത് സൂക്ഷിക്കണം. ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട്. പിതാവുമായിട്ട് ശത്രുതയ്ക്ക് സാധ്യതയുണ്ട്. അത് മുഖേനയും ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുടുംബസുഖം, ധനപരമായ നേട്ടവർക്ക് അനുകൂലമാണെങ്കിൽ പോലും സുഖസ്വസ്ഥത നന്മ അനുകൂലമല്ലല്ലോ. അപ്പോൾ അവിടെയും ഒരു തൃപ്തികരമായ അനുഭവം ഉണ്ടാകണമെന്നില്ല. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തൃപ്തികരമായ അനുഭവം ഉണ്ടാകണമെന്നില്ല. മാതാവിനെ കൊണ്ട് തൃപ്തികരമായ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല. പിതാവിനെ കൊണ്ട് തൃപ്തികരമായ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല. പിന്നെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് തൊഴിൽ മേഖലയാണ്. തൊഴിൽ മേഖല ഇവർക്ക് അനുകൂലമാണെങ്കിൽ അവിടെ മെച്ചപ്പെട്ടതൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ദിവസമല്ല എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് തൊഴിൽ രംഗം, തൊഴിൽ മേഖല അവർക്ക് അനുകൂലമായി നിൽക്കുന്നു. പക്ഷേ പലരും ഒരു തൊഴിലിൽ സ്ഥിരമായി ചെയ്യാതെ മാറി മാറി ചെയ്യുന്നൊരു സമയം കൂടിയാണ് ഇപ്പോൾ. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ കുടുംബത്തിൻ്റെതായ സ്ഥിതിയിൽ അവർക്ക് അനുകൂലമായി നിൽക്കുന്നു. എന്നാൽ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളും ഇവർക്കുണ്ടാകുവാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ, ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുള്ള ദിവസമാണ്. സൂക്ഷിക്കണം. നമ്മൾ സൂക്ഷിച്ചൊക്കെ സംസാരിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ ഒഴിവാക്കാം. അപ്പോൾ അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഭാര്യയ്ക്കും ഭർത്താവിനും ഏതെങ്കിലും വിധത്തിലുള്ള രോഗദുഃഖ ദുരിത പ്രയാസങ്ങളോ ധനനഷ്ടമോ അല്ലെങ്കിൽ സംശയം കൊണ്ടുള്ള പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ്. അതാണ് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത്. അവർക്ക് ശുക്രൻ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ശുക്രൻ അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ അത്ര നല്ല അനുഭവങ്ങൾ വന്നു ചേരണം. ഏത് ഗ്രഹം അഷ്ടമത്തിൽ നിന്നാലും കഷ്ടത്തെ കൊടുക്കുമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസത്തിൻ്റെ അധിപൻ നീചനായിട്ട് നിൽക്കുന്നു. അപ്പോൾ ആ ഭാവത്തിൽ നിൽക്കുന്നത് സൂര്യനാണ്. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ദാമ്പത്യ ജീവിത സുഖക്കുറവ് ഇടവക്കുറുകാർക്കുണ്ടാകുന്ന ഒരു സമയമാണെന്നുള്ളതാണ്. പ്രത്യേകിച്ച് കുടുംബസുഖവും ധനപരമായ നേട്ടവും തൊഴിൽരംഗവും ഒക്കെ അനുകൂലമാണ്. മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങളൊക്കെ നല്ലപോലെ ഉള്ള ഒരു സമയമാണ്. മനസ്സിന് സന്തോഷമൊക്കെ ഉള്ള ഒരു സമയമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അത്ര നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസവുമല്ല എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കി വേണം ചൊവ്വാഴ്ച ദിവസം ജീവിക്കുവാൻ. ഏതേത് കാര്യങ്ങളിലാണ് ദോഷം, ഏതേത് കാര്യങ്ങളിലാണ് നേട്ടം എന്നുള്ളത് മനസ്സിലാക്കുക. നേട്ടമായിട്ടുള്ളത് ഇവർക്ക് കുടുംബത്തിൻ്റെ സ്ഥിതി, തൊഴിൽപരമായുള്ള സ്ഥിതിയൊക്കെ അവർക്ക് നേട്ടമാണ്. പക്ഷെങ്കിൽ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പ്രതികൂലമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പ്രതികൂലമാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ജീവിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകീരൻ 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാർക്ക് ശത്രുത ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഈ ചൊവ്വാഴ്ച ദിവസം. അപ്പോൾ അവർക്ക് ശത്രുത ഉണ്ടാകുന്നത് പല വിധത്തിലാണ്. ബന്ധുക്കളുടെ ശത്രുത ഉണ്ടാകാം. അതുപോലെ തന്നെ തൊഴിലിടങ്ങളിൽ ശത്രുത ഉണ്ടാകാം. ദാമ്പത്യ ജീവിതത്തിൽ ശത്രുതകൾ ഉണ്ടാകാം. കടം മേടിക്കേണ്ട സാഹചര്യം വരാം. കുടുംബത്തിൻ്റെ സ്ഥിതി മെച്ചമല്ല. അങ്ങനെ ഭാഗ്യക്കേടുകളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പെൺമക്കൾക്ക് തിക്താനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പിതാവുമായിട്ടുള്ള ശത്രുതയ്ക്ക് ചിലർക്ക് സാധ്യതയുണ്ട്. എന്നാൽ ചിലർക്ക് പിതാവ് മുഖേനയുള്ള നേട്ടങ്ങളും വന്നു ചേരുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളായിരിക്കും മിഥുനക്കുറുകാർക്ക് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാർക്ക് ചൊവ്വാഴ്ച ദിവസം അത്ര അനുകൂലമായ ദിവസമല്ല. മക്കളെ കൊണ്ടുള്ള പല പ്രയാസം, മക്കളെ ചൊല്ലിയുള്ള, മക്കളെക്കുറിച്ച് ചിന്തിച്ച് ഭാരപ്പെടുന്നൊരു ദിവസമായിരിക്കും. മക്കളാലുള്ള നേട്ടവും ഇവർക്ക് അനുകൂലമല്ല. മക്കളെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുന്ന ഒരു ദിവസമായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത. അതുപോലെ തന്നെ സുഖം, സ്വസ്ഥത, ദേഹനമൊന്നും അത്ര അനുകൂലമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. സുഹൃത്തുക്കൾ, സഹോദരങ്ങളൊക്കെ ശത്രുക്കളായി മാറുവാനും സാധ്യതയുണ്ടെന്നുള്ളതും മറ്റൊരു വിഷയമാണ്. അപ്പോൾ അത് ഇവർക്ക് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും, ഇപ്പം ഭൂമി വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊന്നും നടക്കാത്തൊരു സമയമാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. തൊഴിൽപരമായിട്ടും വളരെ അനുകൂലമല്ല. ചിലർക്കൊക്കെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് തൊഴിലിന് പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുള്ള സമയമാണെന്നും അറിഞ്ഞുകൊള്ളുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്തരം, കാൽ നാളുകാർക്ക് തൊഴിൽ രംഗവും മക്കളെ കൊണ്ടുള്ള അനുഭവം അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണെങ്കിൽ പോലും
അവർക്ക് വീട്, വസ്തുവാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊത്തും അനുകൂലമായ സാഹചര്യമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ ഭൂമി സംബന്ധിച്ചുള്ള നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. വാഹനങ്ങൾക്ക് കേടുപാടുകൾ പറ്റാം. വാഹനമൊക്കെ ഓടിക്കുമ്പോൾ സൂക്ഷിക്കണം. അപ്പോൾ അങ്ങനെ തൊഴിൽ രംഗവും മക്കളെ കൊണ്ടുള്ള അനുഭവമാണ് അവർക്ക് മെച്ചമായിട്ട് നിൽക്കുന്ന ഒരു സമയം. മറ്റുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് തിക്താനുഭവങ്ങൾ ഉണ്ടാകാം. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകാം, ഭാര്യയും ഭർത്താവും വഴക്ക് പിടിക്കാൻ, രോഗങ്ങൾ വരാം. അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ അവർക്ക് നിലനിൽക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് അവർക്ക് ശാരീരികമായ ബുദ്ധിമുട്ടും പ്രയാസവും നേരിടുന്ന ഒരു സമയം കൂടിയാണ് എന്നുള്ളതും മനസ്സിലാക്കുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാരെ സംബന്ധിച്ച് ഭൂമി കൊണ്ടുള്ള ആദായം ഉണ്ടാകേണ്ട ഒരു ദിവസമാണ്. പക്ഷെങ്കിൽ അവിടെ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ്. കടബാധകളൊക്കെ ഭൂമി വിറ്റ് കൊടുക്കാമെന്ന് പ്രതീക്ഷിക്കുന്നവർക്കൊന്നും നടക്കാത്തൊരു സമയമാണ്. അപ്പോൾ അത് 12ാം ഭാവത്തിൽ ഭൂമി സംബന്ധിച്ചുള്ള ഗ്രഹം നീചനായിട്ട് നിൽക്കുന്നു. ഒന്നും നടക്കത്തില്ല. ഭൂമിയൊന്നും വിറ്റൊരു കാര്യം ഉടനെ ഒന്നും നടക്കത്തില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ സുഹൃത്തുക്കൾ, സഹോദരങ്ങളൊക്കെ ശത്രുക്കളായി മാറുവാനും സഹായമുണ്ട്. അവരൊക്കെ ഓഫറുകൾ, വാഗ്ദാനങ്ങളൊക്കെ നൽകിയാലും അവരത് പാലിക്കണമെന്നില്ല എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ അതുപോലെ തന്നെ സ്ത്രീകൾ മുഖേനയുള്ള വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ സ്ത്രീകളുടെ സഹായങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അതൊന്നും പ്രാവർത്തികമായി വിജയം കൈവരിക്കണമെന്നില്ല എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് തടസ്സങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാണ് നേരെ അവർക്ക് മുമ്പിലുള്ളത്. എന്നാൽ ചുറ്റും നോക്കുമ്പോൾ ഒരുപാട് നേട്ടങ്ങൾ അവർക്കുണ്ട്. പക്ഷേ ആ നേട്ടങ്ങളൊന്നും അവരുടെ അടുത്തേക്ക് വന്നു ചേരാതെ അതെല്ലാം രാഹു തടസ്സപ്പെടുത്തി കളയുന്നൊരു സമയം കൂടിയാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പ്രശ്നങ്ങളും അതുപോലെ തന്നെ ജീവിത പ്രശ്നങ്ങളും ദാമ്പത്യ പ്രശ്നങ്ങളും ഒക്കെ അവരെ എപ്പം വേണേലും കാർന്ന് തിന്നാവുന്ന ഒരു പരുവത്തിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാർക്ക് ചൊവ്വാഴ്ച ദിവസം അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ടില്ല. പിന്നെ അവർക്കുള്ള നേട്ടം സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണം കൊണ്ടാണ് അവർ ഇപ്പോൾ സന്തോഷത്തോടുകൂടി കഴിഞ്ഞു പോകുന്നൊരു സമയം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായിട്ട് അവർക്ക് വലിയ മെച്ചമൊന്നുമുള്ള സമയമല്ല എന്നുള്ളതും മനസ്സിലാക്കുക. പക്ഷെങ്കിൽ ഏറ്റവും കൂടുതൽ അവർക്ക് ഇപ്പോൾ പ്രതീക്ഷ നൽകുന്നൊരു കാര്യം സുഹൃത്തുക്കൾ, സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളാണ്. അതുകൊണ്ട് അവർക്ക് ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നൊരു സമയമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. കുടുംബത്തെ ചൊല്ലിയോ കുടുംബത്തിൻ്റെ സ്ഥിതിയൊന്നും അവർക്ക് അനുകൂലമല്ല. അവരുടെ വ്യക്തിപരമായ സ്ഥിതി ഇപ്പോൾ അനുകൂലമായ സുഖസ്വസ്ഥ ദേഹനന്മയും സുഹൃത്തുക്കൾ മുഖേനയുള്ള, സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങളുമാണ് ഇവർക്ക് സന്തോഷം നൽകുന്നൊരു കാര്യം. ആ ഒരു കാര്യം നാളത്തെ ദിവസം ഉണ്ടാകും. എങ്കിലും കുടുംബത്തിൻ്റേതായ സ്ഥിതി അവർക്ക് അനുകൂലമല്ല. ദാമ്പത്യ ജീവിത സുഖക്കുറവും അവർക്ക് നിലനിൽക്കുന്നൊരു ദിവസമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാല്, അനിഴം, കേട്ട നാളുകാരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസം അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ നീചനായിട്ട് നിൽക്കുന്നു. സുഖസ്വസ്ഥ ദേഹനന്മയൊന്നും അവർക്ക് അനുകൂലമായൊരു ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പിന്നെ അവർക്ക് വന്നു ചേരുന്നത് കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിത വിജയവുമാണ്. അത് അവർക്ക് ഏറെക്കുറെ അനുകൂലമായി നിൽക്കുന്നു. സ്ത്രീകൾ മുഖേന അവർക്ക് ധനം വന്നു ചേരാൻ സാധ്യതയുള്ള സമയമാണ്. അതുപോലെ തന്നെ അങ്ങനെ കുടുംബത്തിൻ്റെ സ്ഥിതിയും ദാമ്പത്യ ജീവിത സ്ഥിതിയും ഒക്കെ മെച്ചമാണെങ്കിലും മറ്റു പല കാര്യങ്ങളാലും അവർ ഭാരപ്പെടുന്നൊരു സമയമാണ്. ഇപ്പോൾ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അവർക്ക് തിക്താനുഭവങ്ങൾ ഉണ്ടാകുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ അവർക്ക് ഭാഗ്യക്കേടുകൾ ഉണ്ടാകുന്നൊരു സമയമാണ്. അവരുടെ ഭാഗ്യഭാവത്തിൽ അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ തന്നെ നീചനായിട്ട് നിൽക്കുന്നു. ഭാഗ്യാനുഭവങ്ങളൊന്നും അവരെ തുണയ്ക്കുന്നൊരു സമയം കൂടിയല്ല. ഇവരുടെ ജന്മത്തിൽ നിൽക്കുന്നത്, അതായത് വൃശ്ചികൻ രാശിയിൽ നിൽക്കുന്നത് സൂര്യനും ബുധനുമാണ്. അഷ്ടമത്തിൻ്റെ അധിപനും തൊഴിൽ ഭാവത്തിൻ്റെ അധിപനും കൂടിയാണ് ജന്മഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ തൊഴിൽ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. തൊഴിൽ നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ അങ്ങനെ പ്രതികൂലമായ ഒട്ടേറെ അനുഭവങ്ങൾ അവർക്ക് വന്നു ചേരുന്നൊരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് സൂക്ഷിച്ചു വേണം ഓരോ കാര്യങ്ങളിലും ഏർപ്പെടുവാൻ എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസം അവർക്ക് അഷ്ടമത്തിൽ നീചനായിട്ടാണ് ചൊവ്വ നിൽക്കുന്നത്. അപ്പോൾ അഷ്ടമത്തിൽ നീചനായിട്ട് ചൊവ്വ നിൽക്കുന്നതുകൊണ്ട് വലിയ ആരോഗ്യ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒന്നും ഉണ്ടാകുന്നൊരു ദിവസമല്ല. ദേഷ്യം, കോപം എന്നിവയിലൊന്നും കാര്യമായ തിക്താനുഭവങ്ങളൊന്നും വന്നു ചേരുന്ന ദിവസമല്ല എന്നുള്ളതാണ് പ്രത്യേകത. സുഖസ്വസ്ഥ ദേഹനന്മയൊക്കെ അനുകൂലമായി പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. വലിയ ദോഷങ്ങളൊന്നും വന്നു ചേരുവാൻ സാധ്യതയില്ല. കുടുംബസുഖവും ധനപരമായ നേട്ടവും തൊഴിൽഗുണവും ഉൾപ്പെടെയുള്ള സാധാരണ ഒരു ജീവിതാനുഭവം ആയിട്ട് പോകുന്ന ദിവസമാണ്. വലിയ നഷ്ടങ്ങളൊന്നും വന്നു ചേരാൻ സാധ്യതയില്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എങ്കിലും മക്കളെ കൊണ്ടുള്ള തിക്താനുഭവങ്ങൾ അവർക്കുണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേക വിഷയം. മക്കൾ മുഖേനയുള്ള തിക്താനുഭവങ്ങൾ അവർക്ക് വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും. അവിടെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട
ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം. വാഹനം ഓടിക്കുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കണം. അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ജീവിതത്തിൽ നഷ്ടസാധ്യത വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. നഷ്ടം സംഭവിക്കാൻ, ലാഭകരമായിട്ടൊന്നും വന്നു ചേരാൻ സാധ്യതയില്ല. അപ്പോൾ നഷ്ടം വന്നു ചേരാൻ സാധ്യതയുണ്ട്. വാഹനം ഓടിക്കുന്നവർ വളരെ സൂക്ഷിക്കണം എന്നുള്ളതാണ് പറഞ്ഞു തരുവാനുള്ളത്. കുടുംബസുഖം, ധനപരമായ നേട്ടവും തൊഴിൽ ഗുണവും അനുകൂലമാണ്. ദാമ്പത്യ ജീവിത വിജയമൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണെങ്കിലും വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്നവർ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ്. അപകടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കുന്നു. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം, ചതയം, പൂട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് തൊഴിൽ മേഖലയിൽ പ്രതിസന്ധി പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ചിലർക്ക് അതൊന്നും വന്നു ചേരത്തില്ല. കാരണം 10ാം ഭാവത്തിൻ്റെ അധിപൻ നീചനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ചിലർക്ക് തൊഴിൽ പ്രതിസന്ധി ഉണ്ടാകാം. പക്ഷേങ്കിൽ 10ാം ഭാവത്തിൽ സൂര്യനും ബുധനും നിൽക്കുന്നു. തൊഴിലിൻ്റെ കാരക ഗ്രഹങ്ങളായ 2 ഗ്രഹങ്ങളും കുംഭക്കൂറുകാർക്ക് 10ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ തൊഴിൽപരമായുള്ള നേട്ടമാണ് ഉണ്ടാകുന്നത്. എന്നാൽ ചിലർ കാലക്കേടിന് ചിലർക്കൊക്കെ അങ്ങനെ തൊഴിൽ മേഖലയിൽ പ്രശ്നം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കാരണം ചൊവ്വയാണ് അവരെ സ്വാധീനിക്കുന്നതെങ്കിൽ അവർക്ക് തൊഴിൽ മേഖലയിൽ പ്രതിസന്ധി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകാം. അതുപോലെ തന്നെ അവർക്ക് സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള ശത്രുതകൾ വന്നു ചേരാം. അങ്ങനെയൊക്കെ പ്രതിസന്ധികൾ അവർക്ക് ഉണ്ടാകാനുണ്ട് സാധ്യതയുണ്ട്. കാരണം 10ാം ഭാവത്തിൻ്റെ അധിപൻ നീചനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 2 വിധത്തിൽ അനുഭവം ഉണ്ടാകാം. പക്ഷേ എങ്കിലും വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നേട്ടം തന്നെയാണ്. ചിലർക്ക് ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുണ്ടായി ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള അനുഭവമാണ് കുംഭക്കൂറുകാർക്കുള്ളത്. കുംഭക്കൂറുകാരെ സംബന്ധിച്ചും ശരിക്കും നമ്മൾ ചിന്തിച്ചാൽ 10ാം ഭാവത്തിൽ തൊഴിലിൻ്റെ കാരക ഗ്രഹങ്ങളായി സൂര്യനും ബുധനും നിൽക്കുന്നു. അപ്പോൾ തൊഴിൽ രംഗം മെച്ചമാണെന്നുള്ളതാണ്. പിന്നെ ഇവർക്ക് എങ്ങനെയാണ് തൊഴിൽ പ്രതിസന്ധി ഉണ്ടാകുന്നത്? അത് തൊഴിൽ ഭാവത്തിൻ്റെ അധിപൻ നീചനായിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ ചന്ദ്രൻ അഷ്ടമത്തിൽ നിൽക്കുന്നു. അപ്പോൾ ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിട്ട് ജോലിക്ക് പോകാൻ പറ്റാതെ വരാം. പിന്നെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള ശത്രുതകളും വന്നു ചേർന്ന് തൊഴിൽ നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുള്ളൂ. അപ്പോൾ അങ്ങനെ 2 വിധത്തിലുള്ള അനുഭവങ്ങളാണ് കുംഭക്കൂറുകാർക്ക് വന്നു ചേരാനുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് അനുകൂലമാണ്. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂട്ടാതി, കാലത്തുട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് അവർക്ക് ചൊവ്വാഴ്ച ദിവസം കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായി ഉണ്ടാകുന്ന ദിവസമല്ല. പ്രതിസന്ധികളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. തൊഴിൽ മേഖല ഒഴികെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും പ്രതിസന്ധി അവർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുള്ളൂ. ഭാഗ്യാനുഭവങ്ങളൊന്നും തന്നെ വന്നു ചേരാൻ സാധ്യതയില്ലാത്തൊരു ദിവസമാണ്. ഭാഗ്യക്കേടുകളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. സുഖസ്വസ്ഥത, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമാണെന്ന് പറയാം. എങ്കിലും തൊഴിൽ രംഗത്തെ നല്ല അനുഭവങ്ങൾ അവർക്ക് ഒരു ഊർജ്ജം കൊടുക്കുന്ന, പോസിറ്റീവ് എനർജി കൊടുക്കുന്ന, ജീവിക്കാനുള്ള പ്രേരണ കൊടുക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു പ്രത്യേകത, പ്രത്യേകിച്ച് സ്ത്രീകൾ മുഖേനയുള്ള നേട്ടം അവർക്കുണ്ടാകുന്നൊരു സമയമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ കുടുംബത്തിൻ്റെ സ്ഥിതിയോ ധനസ്ഥിതിയോ ഒന്നും മെച്ചമാകണമെന്നില്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ ഭാഗ്യാനുഭവങ്ങളും ഒന്നും തന്നെ പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ദിവസമല്ല. മറ്റുള്ള കാര്യങ്ങളൊക്കെ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.